സ്തോത്രം. ജ്യേഷ്ഠനാകുന്നതായ ഞാൻ, ജിൻസിയാകുന്നതായ നിന്നെ എന്റെ ഭാര്യയായി സ്വീകരിച്ചുകൊള്ളുന്നു. സുഖത്തിലും ദുഃഖത്തിലും ഉയർച്ചയിലും താഴ്ചയിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും താഴ്ചയിലും സന്തോഷത്തിലും സന്താപത്തിലും എല്ലാ കഷ്ടനഷ്ടങ്ങളിലും ദൈവം നമ്മെ നടത്തുന്ന ഏതവസ്ഥയിലും ഞാൻ നിന്നോട് മാത്രം ചേർന്നിരിക്കുകയും നിന്നെ സ്നേഹിച്ച് മാനിച്ച് പോറ്റി പുലർത്തുകയും നിനക്ക് ചെയ്യേണ്ട എല്ലാ കടപ്പാടുകളും ചെയ്തു തരാമെന്നും മരണത്താലല്ലാതെ നാം തമ്മിൽ വേർപിരികയില്ല എന്നും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശുദ്ധ സഭ മുൻപാകെ വിശുദ്ധ ദൂതന്മാരെ സാക്ഷിയാക്കി ഞാൻ നിനക്ക് വാഗ്ദത്തം ചെയ്യുന്നു. ശരി. എന്റെ ഭർത്താവായി സ്വീകരിച്ചുകൊള്ളുന്നു. സുഖത്തിലും ദുഃഖത്തിലും ഉയർച്ചയിലും താഴ്ചയിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും സന്തോഷത്തിലും സന്താപത്തിലും എല്ലാ കഷ്ടനഷ്ടങ്ങളിലും ദൈവം നമ്മെ നടത്തുന്ന ഏതവസ്ഥയിലും ഞാൻ അങ്ങയോട് മാത്രം ചേർന്നിരിക്കുകയും അങ്ങയെ സ്നേഹിച്ച് ബഹുമാനിച്ച് അനുസരിച്ച് കീഴ്പ്പെട്ടിരുന്നു കൊള്ളാമെന്നും അങ്ങേക്ക് ചെയ്യേണ്ട എല്ലാ കടപ്പാടുകളും ചെയ്തു തരാമെന്നും മരണത്താലല്ലാതെ നാം തമ്മിൽ വേർപിരിക്കുകയില്ല എന്നും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വിശുദ്ധ ദൂതന്മാരെ സാക്ഷിയാക്കി വിശുദ്ധ സഭ മുൻപാകെ ഞാൻ അങ്ങേക്ക് വാഗ്ദത്തം ചെയ്യുന്നു. ശരിയാണോ? പ്രിയപ്പെട്ടവർ, ദൈവസന്നിധിയിൽ ചെയ്തതായ ഉടമ്പടിയൻ വാചകത്തിന്മേൽ സർവശക്തനായ ദൈവം തന്നെ മുദ്രയിട്ട് പ്രിയപ്പെട്ടവരെ ദൈവം തന്നെ കൂട്ടി യോജിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകേണ്ടതിന് നമുക്ക് എല്ലാവർക്കും ചേർന്ന് അല്പസമയം വീണ്ടും പ്രാർത്ഥിക്കാം. ആമേൻ. കർത്താവേ, കർത്താവേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ സാന്നിധ്യത്തിൽ മറവിൽ നിന്നുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങൾക്ക് കർത്താവേ നിന്റെ സന്നിധിയിൽ ഉഭയസമ്മതം ചെയ്യുവാൻ തക്കവണ്ണം നീ ഇടയാക്കി തീർത്താൻ നിന്റെ ദൈവയ്ക്കായി സ്തോത്രം. രാജനാമത്തിൽ എഴുതുകയും രാജമോതിരം കൊണ്ട് മുദ്രയിടുകയും ചെയ്തതായ രേഖയെ ദുർബലപ്പെടുത്തുവാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ പ്രിയപ്പെട്ടവർ ദേവസന്നിധിയിൽ ചെയ്തതായ ഉടമ്പടിയിന്മേൽ അവിടെ നിന്ന് മുദ്രയിടുമാറാകണനായി അവിടുന്ന് കർത്താവേ സ്തോത്രം മുദ്രയിടുമാറാകണനായി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സാന്നിധ്യത്തിൽ മറവിൽ നിന്നുകൊണ്ട് അവർ ചെയ്തതായ കർത്താവേ ഉടമ്പടിയൻ വാചകത്തിന്മേൽ അവിടുന്ന് മുദ്രയിട്ട് അവരെ കൂട്ടി യോജിപ്പിക്കുമാറാകണനായി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും പ്രാപിച്ചവനായ ദൈവം
ആ അധികാരത്തെ തന്റെ ദാസന്മാർക്ക് കൊടുത്തതിന്റെ മറവിൽ നിന്നുകൊണ്ട് ഈ പകൽക്കാലം ഞങ്ങൾ കർത്താവെ നിന്റെ സാന്നിധ്യത്തിൽ മറവിൽ നിന്നുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ കർത്താവെ ഞങ്ങൾ കൂട്ടി യോജിപ്പിക്കുന്ന കർത്താവെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പ്രിയ കുഞ്ഞുങ്ങളെ ഞങ്ങൾ കൂട്ടി യോജിപ്പിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നിന്റെ നാമത്തിൽ പ്രിയ കുഞ്ഞുങ്ങളെ കർത്താവെ ഞങ്ങൾ കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നു കർത്താവേ. സ്തോത്രം. അവിടുന്ന് മുദ്രയിട്ട് അവിടുന്ന് പ്രിയ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് ഒരു അനുഗ്രഹമായി കാണപ്പെടുവാൻ അവസാനത്തോളം കർത്താവെ അവർ ചെയ്തതായ ഉടമ്പടിയിൽ വാചക പ്രകാരം ജീവിച്ച് നിലനിൽക്കുവാൻ ദൈവം സഹായിക്കുമാറാകണമെന്നായി പ്രാർത്ഥിച്ച് തിരുക്കരത്തിൽ ഏൽപ്പിക്കുന്നു. കൂടെ ഇരുന്ന് സഹായിക്കും. ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്തും, അനുഗ്രഹിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം സ്തോത്രം. ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിനവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്ന് അരുളി ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്നുത്തരം പറഞ്ഞു. ഇന്ന് ഇവിടെ വെച്ച് നടന്നതായ ശുശ്രൂഷയാൽ സർവശക്തനായ ദൈവം തന്നെയാണ് പ്രിയ കുഞ്ഞുങ്ങളെ കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നത്. കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് ചില വിഷയങ്ങൾ സംബന്ധിച്ച് പ്രകാരം ചിന്തിക്കുകയാണ്. അതെ, ഉപേക്ഷിക്കുന്നത് ശരിയാണോ എന്നുള്ളതായ നിലയിൽ ചില കാര്യങ്ങൾ ചോദിക്കുന്നതായി കാണുവാൻ കഴിയും. എന്നാൽ കർത്താവായ യേശു താൻ പ്രകാരം പറഞ്ഞു, ദൈവം കൂട്ടി യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് വ്യക്തമായി എടുത്ത് പറഞ്ഞിരിക്കുന്നതായി കാണുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഇവിടെ നടന്നതായ ശുശ്രൂഷയാൽ സർവശക്തനായ ദൈവം തന്നെയാണ് പ്രിയ കുഞ്ഞുങ്ങളെ കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ വെളിച്ചത്തിൽ ഈ പകൽക്കാലം പ്രകാരം ഓർപ്പിക്കട്ടെ. പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ നെല്ലായ പഞ്ചായത്തിൽ മാരായമംഗലം പോസ്റ്റിൽ പുത്തൻപറമ്പിൽ വീട്ടിൽ ബ്രദർ PC ജോർജിന്റെ മകനും ഷൊർണൂർ ദി പെന്തക്കോസ്ത് മിഷൻ സഭാംഗവുമായ ജേഴ്സൺ ജോർജും, കന്യാകുമാരി ജില്ലയിൽ വിളവൻകോട് താലൂക്കിൽ പളുകൽ പഞ്ചായത്തിൽ കന്നുമാമൂട് പോസ്റ്റിൽ RD വില്ലയിൽ കൈതർക്കവിള വീട്ടിൽ ബ്രദർ ഡിബിറ്റൻ ശമുവേലിന്റെ മകളും പളുകൽ ദി പെന്തക്കോസ്ത് മിഷൻ സഭാംഗവുമായ ജിൻസി RDയും, ബ്രദർ ജേഴ്സൺ ജോർജും ബ്രദർ സിസ്റ്റർ ജിൻസി RDയും ഇന്ന് ദൈവസന്നിധിയിൽ വെച്ച് ചെയ്തതായ ഉഭയസമ്മത പ്രകാരവും സ്തോത്രം ഒരല്പസമയം കഴിഞ്ഞ ശേഷമായിട്ട് അവർ രജിസ്റ്ററിൽ സൈൻ ചെയ്യുന്നതായിരിക്കും. അങ്ങനെയെങ്കിൽ രാജകീയ നിയമപ്രകാരവും ഇവർ ഭാര്യ ഭർത്താക്കന്മാരായി തീർന്നിരിക്കുന്നു എന്നുള്ളതായ വിഷയം പൊതുവിൽ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അറിയിച്ചു കൊള്ളുന്നു. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. സ്തോത്രം. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് അനുഗ്രഹിക്കും. അതെ, നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണും, നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. യഹോവ സിയോനിൽ നിന്നവരെ അനുഗ്രഹിച്ച് ഇവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി കാണപ്പെടേണ്ടത് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവേ, ഞങ്ങളെ സ്നേഹിക്കുന്നു ഞങ്ങളുടെ സ്വർഗീയ പിതാവെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പൂർവിക പിതാക്കന്മാരുടെ ദൈവം, അബ്രഹാമിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, ഇസ്രായേലിന്റെ ദൈവം, ജേഷ്ഠന്റെ ദൈവമായിരിക്കുക. സ്തോത്രം. കർത്താവേ, നിന്റെ മകളുടെ ജനനം മുതൽ ഇതുവരെ അത്ഭുതകരമായ അനുഭവത്തിൽ നടത്തി ദൈവകൃപയിൽ സൂക്ഷിച്ച് ഇതുവരെ വഴി നടത്തി എല്ലാവരും സഹായിച്ചതിന് ദയക്കായ സ്തോത്രം. ഇന്നേ ദിവസം കർത്താവേ, നിന്റെ മകന് കുടുംബജീവിതത്തിൽ പ്രവേശിപ്പാൻ തക്കവണ്ണം ദൈവം സഹായിച്ചതിനാൽ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം നയിപ്പാൻ ആവശ്യമായിരിക്കുന്ന ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീകമായിട്ടും ഭൗമികമായിട്ടും ആവശ്യമായിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും പകർന്നു കൊടുത്ത് സർവശക്തനായ ദൈവം തന്നെ നിന്റെ മകനെ അനുഗ്രഹിക്കുമാറാകണമെന്നായി പ്രാർത്ഥിക്കുന്നു. നിയമപ്പെട്ടകം ചുമക്കേണ്ടതിനും നിന്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യേണ്ടതിനും നിന്റെ നാമത്തിൽ നിന്റെ ജനത്തെ അനുഗ്രഹിക്കേണ്ടതിനും ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചതിന് ഒത്തവണ്ണം നിന്റെ നാമത്തിൽ നിന്റെ മകനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഒരു അനുഗ്രഹമായി കാണപ്പെടേണ്ട കർത്താവേ, നല്ല ഒരു പിതാവായി, നല്ല ഒരു ഭർത്താവായി, അതതിൻ്റെതായ സ്ഥാനത്ത് എല്ലാവർക്കും ഒരു ആശ്വാസമായി, ഒരു അനുഗ്രഹമായി കാണപ്പെടുവാൻ സഹായിക്കുമാറാകണമേ എന്ന് അപേക്ഷിച്ച് കർത്താവിന്റെ കരത്തിൽ നിന്റെ മകനെ ഏൽപ്പിക്കുന്നു. കൂടെ സഹായിക്കും. ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്തും. അനുഗ്രഹിച്ചാട്ട്
യേശുവിൻ നാമത്തിൽ തന്നെ. സ്തോത്രം സ്തോത്രം. കർത്താവേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ നിന്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ മകളുടെ ജനനം മുതൽ ഇതുവരെയും അത്ഭുതകരമായ അനുഭവത്തിൽ നടത്തി കൃപയുടെ കരത്തിൽ ഇതുവരെ സൂക്ഷിച്ചു ഇത്രത്തോളം സഹായിച്ചതിനായി സ്തോത്രം. ഇന്ന് ഇവിടെ നടന്നതായ ശുശ്രൂഷയാൽ കുടുംബജീവിതത്തിൽ നിന്റെ മകൾക്ക് പ്രവേശിപ്പാൻ ദൈവം സഹായിച്ചതിനായി സ്തോത്രം. ഒരു കുടുംബജീവിതം നയിപ്പാൻ ആവശ്യമായിരിക്കുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ളതായ ആത്മീകവും ഭൗമികവുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും പകർന്നു കൊടുത്ത് അവിടുന്ന് തന്റെ മകളെ നീ അനുഗ്രഹിക്കുമാറാകണമെന്നായി പ്രാർത്ഥിക്കുന്നു. പൂർവിക പിതാക്കന്മാരുടെയും മാതാക്കളുടെയും ദൈവം നിന്റെ മകളുടെ ദൈവമായിരിക്കുക സ്തോത്രം. റാഹേലിന്റെ ദൈവമേ, ലേയയുടെ ദൈവമേ, അവർ ഇരുവരുമാണല്ലോ കർത്താവേ ഇസ്രായേൽ ഗൃഹം പണിതത്. നിന്റെ മകൾ മുഖാന്തരം കർത്താവേ നിന്റെ മകൾ ചെല്ലുന്നതായ ഭവനം പണിയപ്പെടുവാൻ ആവശ്യമായിരിക്കുന്ന എല്ലാവിധമാകുന്ന അനുഗ്രഹങ്ങളും പകർന്നു കൊടുത്ത് നിന്റെ മകളെ നീ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമെന്നായി ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിന്റെ മകളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഒരു അനുഗ്രഹമാക്കി തീർക്കണമേ. നിന്റെ കൃപയുടെ കരത്തിൽ സൂക്ഷിക്കുമാറാകണമെന്നായി പ്രാർത്ഥിച്ച് തിരുക്കരത്തിൽ ഏൽപ്പിക്കുന്ന കൂടി സഹായിക്കും. ദൈവത്തിരുനാമത്തെ എല്ലാവരും മഹത്വപ്പെടുത്തും. കർത്താവേ സ്തോത്രം. എല്ലാ സ്ഥാനങ്ങളും ഒരു അനുഗ്രഹമായി കാണപ്പെടട്ടെ. നല്ലൊരു മാതാവായി കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. നല്ലൊരു ഭാര്യയായി അതിന്റെ സ്ഥാനത്ത് കാണപ്പെടുവാൻ നിന്റെ മകൾക്ക് സഹായിക്കുമാറാകണമെന്ന് അപേക്ഷിച്ച് തിരുക്കരത്തിലേൽപ്പിക്കുന്ന കൂടി സഹായിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. ഇത്രത്തോളം നമ്മുടെ കർത്താവ് നമ്മെ സഹായിച്ചതിനാൽ ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. തന്റെ വരവ് എന്നുള്ള ലക്ഷ്യത്തോടെ കൂടപ്പെട്ടിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും മുൻപോട്ട് പോകുവാനും പ്രിയ കുടുംബ ജീവിതത്തിൽ പ്രവേശിച്ച പ്രിയ കുഞ്ഞുങ്ങൾക്കും സഹായിക്കുമാറാകേണ്ടതിനായി എല്ലാവരും ചേർന്ന് വീണ്ടും സ്തോത്രം ചെയ്യാം. സന്തോഷത്തോടെ സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം 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 സ്തോത്രം. പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പുത്രനായ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പരിശുദ്ധാത്മാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വേഗം വരുന്ന കർത്താവിനായ സ്തോത്രം ചെയ്യാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം നയിച്ച് എല്ലാ സ്ഥാനങ്ങളിലും ഒരു അനുഗ്രഹമായി നിലനിന്നും എല്ലാവർക്കും ഒരു ആശ്വാസമായി നിലനിന്നും അങ്ങയുടെ വരവിനെ ബന്ധപ്പെടുത്തി ഒരുങ്ങുന്ന അനുഗ്രഹിക്കപ്പെട്ടവരായി കാണപ്പെടുവാൻ ദൈവം സഹായിക്കേണ്ടവരായി പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ കുട്ടി വിവാഹത്തോട് ചേർന്ന് കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായ സ്തോത്രം. എല്ലാവരെയും പേരുവരായ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. എല്ലാറ്റിനുപരിയായി കുഞ്ഞാടാകുന്ന കർത്താവായ യേശുവിൻ്റെ വരവ് സമീപമാകിയാൽ അങ്ങയുടെ വരവിനെ ബന്ധപ്പെട്ട് ഒരുങ്ങി കാത്തിരിക്കുവാൻ എല്ലാവർക്കും സഹായിക്കും. ഇരു കുടുംബങ്ങളുടെയും ബന്ധം കർത്താവിൻ്റെ വരവ് വരെ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിൽ കാണപ്പെടട്ടെ. ഞാനോ എല്ലാ കാലത്തും നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവിൻ്റെ കരത്തിൽ പൂർണ്ണമായും നിന്റെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. കൂടെ ഇരുന്ന് സഹായിക്കും. തിരുനാമത്തെ മഹത്വപ്പെടുത്തും. എല്ലാവരുടെ മകനും നന്മകളാൽ നിറയ്ക്കും. മഹത്വമുള്ള വരവനായിട്ട് ഒരുക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. സ്തോത്രം സ്തോത്രം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും സകല വിശുദ്ധന്മാരോടും നാം ഓരോരുത്തരോടും കുടുംബജീവിതത്തിൽ പ്രവേശിച്ചതായ പ്രിയ കുഞ്ഞുങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും നമ്മുടെ കർത്താവിൻ്റെ വീണ്ടും വരെ ഇരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ.